ബി.ജെ.പിയുമായി പിൻവാതിൽ ചർച്ചകൾ സജീവമാക്കി നിതീഷ് കുമാർ. ഞായറാഴ്ച വരെയുള്ള പൊതുപരിപാടികൾ നിതീഷ് വെട്ടിച്ചുരുക്കി. ബീഹാർ രാഷ്ട്രീയത്തിലെ ആശയക്കുഴപ്പം നിതീഷ് കുമാർ ഉടൻ നീക്കണമെന്ന് RJD. അതിനിടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേർന്നു. ബാലു, നിതീഷ് കുമാറിന്റെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ട് ഇപ്പോൾ ബീഹാർ രാഷ്ട്രീയം ഒന്നുകൂടി ചൂടുപിടിക്കുകയാണല്ലോ. എന്താണ് ഈ മഹാസഖ്യ സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് BJPക്കൊപ്പം കൈപിടിച്ചുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കുക എന്നുള്ളതാണോ നിതീഷ് കുമാറിന്റെ പദ്ധതി? എങ്ങനെയാണ് RJD നേതൃത്വം അതിനെ കാണുന്നത്? ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ ബീഹാറിൽ നടക്കുന്നത്? അഞ്ജിത, ബീഹാർ രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെ ഇപ്പോൾ നിതീഷ് കുമാർ ബീഹാറിലെ രാജ്ഭവനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. രാജ്ഭവനിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. രാജ്ഭവനിൽ ഈ റിപ്പബ്ലിക് ദിന ചടങ്ങുകളുടെ ഭാഗമായി, ആഘോഷങ്ങളുടെ ഭാഗമായി ഗവർണർ സംഘടിപ്പിച്ചിരിക്കുന്ന അറ്റ്ഹോമിൽ പങ്കെടുക്കുന്നതിനാണ് നിതീഷ് കുമാർ ഈ രാജ്ഭവനിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം രാജ്ഭവനിലെത്തി ഗവർണറുമായി ദീർഘനേരം ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ബീഹാറിൽ മഹാഗഠബന്ധൻ സഖ്യവുമായി മുന്നോട്ട് പോകും, അതായത് RJD കോൺഗ്രസ് JDU സഖ്യത്തിൽ നിന്ന് JDU പുറത്തേക്ക് പോകുന്ന അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ ഒരു തീരുമാനം ഇതുവരെയും JDU പ്രഖ്യാപിച്ചിട്ടില്ല. അല്പസമയം മുമ്പ് JDUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പട്നയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇപ്പോഴും JDU ഈ ബീഹാർ ഈ കോൺഗ്രസ് RJD സഖ്യത്തിൻ്റെ ഭാഗമാണ് എന്നും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണെന്നും ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് ഈ സീറ്റ് വിഭജന ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുനരാലോചന നടത്തണമെന്നും ഉള്ള ഒരു ആവശ്യമാണ് JDUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും BJPയുമായി നിതീഷ് കുമാർ ചർച്ചകൾ നടത്തുന്നുവെന്നും ചില ഫോർമുലകൾ നിതീഷ് BJPക്ക് മുമ്പാകെ അവതരിപ്പിച്ചുവെന്നുമാണ് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിലവിൽ തുടരാൻ വേണ്ടി തന്നെ അനുവദിക്കണം. ഇതിനു പുറമെ 2 ഉപമുഖ്യമന്ത്രിമാർ BJPക്ക് നൽകാം, അതായത് സുശീൽ മോഡിയെയും അതുപോലെ തന്നെ മറ്റൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനവും BJPക്ക് നൽകാമെന്ന വാഗ്ദാനം നിതീഷ് കുമാർ നടത്തിയിട്ടുണ്ടോ എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. നിതീഷിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുകയും ലോക്സഭയിൽ BJPക്ക് പരമാവധി സീറ്റുകളും നിയമസഭയിൽ JDUവിന് പരമാവധി സീറ്റുകളും ലഭിക്കുന്ന തരത്തിൽ NDA മുന്നണിയിൽ ഒരു സീറ്റ് വിഭജന ചർച്ചകൾ നടത്തണമെന്ന ഒരു നിർദ്ദേശം അദ്ദേഹം NDAക്ക് മുമ്പാകെ വച്ചിട്ടുണ്ടോ എന്നാണ്, BJPക്ക് മുമ്പാകെ വച്ചിട്ടുണ്ടോ എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന BJP നേതാക്കളുമായി അമിത്ഷാ കഴിഞ്ഞ ദിവസം കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഏതായാലും വളരെ വിശദമായ കൂടിയാലോചനകളാണ് ഈ പല പാർട്ടികൾക്കുള്ളിലും ഇപ്പോൾ നടക്കുന്നത്. RJD ആകട്ടെ ഈ നിതീഷ് കുമാറിനോട് ഇപ്പോഴത്തെ ഈ അവ്യക്തത മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലുള്ള അവ്യക്തത ഉടൻ നിതീഷ് മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിതീഷുമായി ആശയവിനിമയം നടത്താൻ ഇന്ത്യ മുന്നണിയിലെ ചില നേതാക്കൾ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതൊക്കെ വിജയകരമായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും നിലവിൽ ഇപ്പോൾ ബീഹാർ രാജ്ഭവനിൽ നിതീഷ് കുമാർ ഗവർണർ സംഘടിപ്പിക്കുന്ന അറ്റ്ഹോമിൽ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ ബാലു, ഈ നിതീഷ് മുന്നോട്ട് വെച്ച ഫോർമുല BJP അംഗീകരിച്ചോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. അങ്ങനെയാണെങ്കിലും നിതീഷ് കുമാറിന്റെ ഈ നീക്കത്തെ അപ്പുറത്ത് RJD ഉൾപ്പെടെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിതീഷ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയാൽ അതിനെ മറികടക്കാൻ കഴിയുമോ? നിതീഷ് ഇങ്ങനെ ഒരു നീക്കവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ബീഹാറിൽ പിന്നീട് RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും മാത്രമേ ഉണ്ടാകുകയുള്ളൂ. BJP നേരത്തെ നിതീഷ് കുമാറിൻ്റെ JDUവിന് 20 സീറ്റുകൾ, 17 മുതൽ 20 സീറ്റുകൾ വരെ JDUവിന് നൽകാമെന്ന ഒരു ഫോർമുല അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശങ്ങളൊക്കെ ഈ ചർച്ചകളിൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അവർ പോവുകയാണെങ്കിൽ ആ സീറ്റുകൾ പിന്നീട് RJDയും ഇടതു പാർട്ടികളും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിൽ വീതിച്ചെടുക്കുക എന്നതാണ് അടുത്ത ഘട്ടം. രണ്ടാമതായി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഈ JDU RJD കോൺഗ്രസ് സർക്കാർ വളരെ വേഗത്തിൽ തന്നെ അവിടെ വീഴുകയും ആ സ്ഥാനത്ത് NDA, അതായത് നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന ഒരു NDA സർക്കാർ നിലവിൽ വരികയും ചെയ്യും എന്നതാണ്. പക്ഷേ ഈ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഇത്രയധികം മുന്നോട്ട് നിൽക്കുകയും നിതീഷ് മുന്നോട്ട് വെച്ച ജാതി സർവേയാണ് കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ് വിവിധ സംസ്ഥാനങ്ങളിൽ പയറ്റുകയും അല്ലെങ്കിൽ അതൊരു പ്രചരണ വിഷയമാക്കുകയും അത് കോൺഗ്രസിന് തന്നെ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുകയും ഒക്കെ ചെയ്താണ്. അതായത് നിതീഷിന്റെ രാഷ്ട്രീയം പോലും പറഞ്ഞിട്ട് നിതീഷ് ഈ അവസാന നിമിഷം ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നതിൽ കോൺഗ്രസിലെ പല നേതാക്കൾക്കും കടുത്ത അമർഷവും അതുപോലെ തന്നെ വിഷമവും ഒക്കെ ഉണ്ട്. പക്ഷേ നിതീഷിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുന്നത് വരെ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുക എന്നൊരു നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പുലർത്തുന്നത്. ഓക്കെ ബാലു, ഈ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യേക്കാൾ കൂടുതൽ സീറ്റ് നേടിയത് RJD ആണ്. അവിടെ ഇനിയിപ്പോ BJP-യും JD-യും കൂടെ ചേർന്നാൽ ഈ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം നിതീഷ് കുമാറിനുണ്ടോ? അതായത് അപ്പുറത്തേക്ക് BJP-ക്കൊപ്പം ചേരുന്നതോടൊപ്പം അപ്പുറത്തുള്ള ചില പാർട്ടികളെ കൂടെ നിർത്താനുള്ള ശ്രമം കൂടി ഇതിനിടയ്ക്ക് നിതീഷ് കുമാർ നടത്തുന്നുണ്ടോ? സ്വാഭാവികമായും അത്തരത്തിലൊരു ശ്രമം നിതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിതീഷ് ആഗ്രഹിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ ലോക്സഭയിലേക്ക് BJP-ക്ക് പരമാവധി സീറ്റ്, നിയമസഭയിൽ JD-യുവിന് പരമാവധി സീറ്റ്, ആ രീതിയിൽ ഒരു സീറ്റ് വിഭജനം NDA-യിൽ നടത്തിക്കൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി പദവി ഉറപ്പിക്കുക എന്നതാണ് നിതീഷിന്റെ മനസ്സിലുള്ള ഒരു കാൽക്കുലേഷൻ. കാരണം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ്. ആ ഘട്ടത്തിൽ സിറ്റിംഗ് സീറ്റുകൾ സംബന്ധിച്ചുള്ള അവകാശവാദം RJD ശക്തമായി ഉന്നയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ JD-യുവിന് ഈ സീറ്റ് വിഭജനത്തിലും മറ്റും ഒരു അപ്രമാദിത്വം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിയമസഭയിൽ JD-യുവിന് പരമാവധി സീറ്റുകളും എന്നാൽ ലോക്സഭയിൽ BJP-ക്ക് പരമാവധി സീറ്റുകളും നൽകുന്ന തരത്തിൽ ഒരു സീറ്റ് വിഭജനം നടത്തി ഇപ്പോൾ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടത്തുക എന്നൊരു ലക്ഷ്യത്തിലാണ് നിതീഷ് കുമാർ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തുന്നത്. അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് മണിക്കൂറുകളിൽ മാത്രമാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. ഏതായാലും നിതീഷിനെ ഇപ്പോൾ സംശയ ദൃഷ്ടിയോട് കൂടിയാണ് ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷികളെല്ലാം നോക്കിക്കാണുന്നത്. ശരി ബാലു.